ഹായ്, ഞാൻ ജോയ് ചീരൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എൻ്റെ അടുത്ത് വന്നൊരു കേസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു കൗമാരപ്രായക്കാരൻ, ഏകദേശം ഒരു 17-18 വയസ്സ് പ്രായമുള്ള ഒരു ഡിഗ്രിക്ക് പഠിക്കുന്നൊരു പയ്യനാണ്. ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കാര്യം, അവന് ഉറക്കം കിട്ടുന്നില്ല. രാത്രി സമയങ്ങളിൽ അസ്വസ്ഥ ചിന്തകൾ വരികയാണ്, വറീസ് വരികയാണ്, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ. അതുപോലെ തന്നെ വിശപ്പ് കുറയുന്നു, വലിയ ക്ഷീണമുണ്ടാക്കുന്നു, പിന്നെ നെഞ്ചിടിപ്പുണ്ടാകുന്നു, ശ്വാസം കിട്ടാത്ത പോലെ പോകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്, എന്താണ് നിന്നെ ഭരിക്കുന്ന പ്രശ്നങ്ങൾ, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ മുടി കൊഴിഞ്ഞ് വീഴുന്നുണ്ട് എന്നുള്ള സംശയം എനിക്കുണ്ടെന്നുള്ള. വ്യാപകമായിട്ട് മുടി കൊഴിയുന്നുണ്ടെന്നുള്ള. അപ്പോൾ വ്യാപകമായ മുടി കൊഴിയുന്നുണ്ടെന്ന് അവൻ മുടി കൊഴിയുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിനവൻ വളരെ അമിതമായി അതിനെ സംബന്ധിച്ച് ഒബ്സസ് ചെയ്യാൻ തുടങ്ങി. വളരെ ശക്തമായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളാണ്. അതൊരു പാനിക് അറ്റാക്ക് വരെ, ഉത്കണ്ഠ കൂടിയിട്ടാണല്ലോ പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അമിതമായിട്ടുള്ള ഉത്കണ്ഠ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പാനിക് അറ്റാക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള. അങ്ങനെ പാനിക് അറ്റാക്ക് അവനുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് എന്നെ അവൻ വന്ന് കാണുന്നത്. അവൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ എടുത്തു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെറുപ്രായങ്ങളിലൊക്കെ തന്നെ അവന് ഉത്കണ്ഠയുള്ളൊരു കുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്രായങ്ങളിൽ ഇപ്പോൾ സ്കൂളിൽ ടീച്ചർ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വരുമ്പോഴേക്കും അവൻ അസ്വസ്ഥപ്പെടാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും. ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയുടെ എല്ലാ ലക്ഷണങ്ങളും അവനുണ്ട്. ക്ലാസിക്കലായിട്ടുള്ള എല്ലാ സിംറ്റംസും അവനുണ്ടാവാറുണ്ട്. അപ്പോൾ ഉത്കണ്ഠ പൊതുവെ അവന് ബേസിക്കായിട്ടുള്ള ഒരു ആങ്ഷ്യസ് പേഴ്സണാലിറ്റിയാണ് അവൻ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മുടി കൊഴിഞ്ഞു എന്ന് പറയുമ്പോൾ, ചെറുപ്പക്കാരാകുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ അവരെ ബാധിക്കും, അവരുടെ സൗന്ദര്യത്തെ ബാധിക്കുമ്പോൾ ഭാവിയിൽ അത് അവനെ ഏത് രീതിയിലാണ് മറ്റുള്ളവർ എടുക്കുക, അങ്ങനെ ഇമേജിനെ ബാധിക്കുമോ എന്നുള്ള ചിന്തകളൊക്കെ തന്നെ നിറയാൻ തുടങ്ങിയപ്പോൾ അവൻ വല്ലാതെ അസ്വസ്ഥനാവാൻ തുടങ്ങി. അതാണ് അവൻ്റെ ഉറക്കത്തെ ബാധിക്കുന്നതൊക്കെ തന്നെ. അത് അവന് റിലാക്സേഷൻ തന്നെ കിട്ടുന്നില്ല എന്നുള്ളത്, ഭക്ഷണം ശരിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ അടുക്ക് വരുന്നത്. ഞാൻ അവനൊന്ന് റിലാക്സേഷനാണ് ആദ്യം തന്നെ കൊടുക്കുന്നത്. കാരണം മനസ്സൊന്ന് ശാന്തമാവട്ടെ. അതിന് JPMR എന്ന് പറയുന്ന ആ റിലാക്സേഷൻ തെറാപ്പി കൊടുത്തപ്പോൾ അവന് ശാന്തമായി, മനസ്സൊക്കെ ശാന്തമായി. അതോടൊപ്പം തന്നെ CBT പോലുള്ള കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ കൊടുത്ത് ആ ചിന്തകളൊക്കെ മാറ്റാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ നല്ല ചിന്തകൾ മിക്കവാറും ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചീത്ത ചിന്തകൾ ഇങ്ങനെ വരാൻ തുടങ്ങും എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ പറയുന്ന പയ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുക്കാൻ ഇടയായി. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊടുത്തപ്പോൾ തന്നെ അവൻ്റെ ചിന്താഗതികൾക്കൊന്നൊരു മാറ്റം വന്നു. കാരണം അവന് മനസ്സിലായി, മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറുപ്പം പയ്യനാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും മുടി വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിന് സൊല്യൂഷൻ കൊടുത്തപ്പോൾ, വറി എക്സ്പോഷർ പോലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അവൻ്റെ വറീസൊക്കെ നിന്നു, ആങ്സൈറ്റിയൊക്കെ കുറഞ്ഞു, വളരെ ശാന്തനായി. അവൻ പഴയ ജീവിതത്തിലേക്ക്, ആ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും അവൻ തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒന്നുകിൽ പാസ്റ്റ് ഉണ്ടാകുന്ന ചില തിക്താനുഭവങ്ങൾ, ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റുകൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു, അതുമല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുള്ള, രണ്ടായാലും അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവരുടെ മനസ്സിൻ്റെ ആരോഗ്യം കുറയുന്നുണ്ടെന്നുള്ള. ഇതിന് തീർച്ചയായിട്ടും നമുക്കതിന് റെമഡീസ് ഉണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ളതൊക്കെ തന്നെ, റിലാക്സേഷൻ തെറാപ്പികളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ ആ സുസ്ഥിതിയെ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം കണ്ടുവരുന്നതാണ് ഈ കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ തന്നെ ഈ പാരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും അമിതമായിട്ട് അവരെ പ്രഷറൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. മാർക്കിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊക്കെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു ലോകത്താണ്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ മാർക്കാണ് അവരുടെ ലൈഫിൻ്റെ മാനദണ്ഡമായിട്ട് കാണുന്നത്. നല്ല മാർക്ക് ലഭിച്ചില്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് അത് മോശപ്പെട്ട ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. താനൊരു ആക്സെപ്റ്റബിൾ അല്ല സമൂഹത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ, അതും അല്ലെങ്കിൽ സ്കൂളിൽ എന്നുള്ള രീതിയിലാണ്. ഇത് തന്നെ പലപ്പോഴും പല കുട്ടികൾക്കും ഡിപ്രഷനിലേക്ക് നയിക്കാറുണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമിതമായ മാർക്കിനോടുള്ള പ്രതീക്ഷ, കൂടുതൽ മാർക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നുണ്ട്, ഉത്കണ്ഠയിലേക്ക്, വ്യാപകമായിട്ടുള്ള ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നുണ്ടെന്നുള്ള. അടുത്ത പരീക്ഷയിലും ഇതേ മാർക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അവരെ ചെറുപ്രായത്തിൽ തന്നെ പാരൻസൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ, നല്ല മാർക്ക് വാങ്ങിച്ചു വന്നപ്പോൾ. അപ്പോൾ അവർ ചിന്തിക്കുന്നത് തന്നെയാണ്, മാർക്ക് കിട്ടിയാലാണ് നല്ല കുട്ടിയാവുന്നത്, നല്ല ഇമേജ് ഉണ്ടാവുള്ളൂ, സമൂഹത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിലൊക്കെ തന്നെ. എന്നാൽ എല്ലാ സമയത്തും നമുക്കറിയാം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല എന്നുള്ള. ചിലപ്പോഴൊക്കെ മാർക്കിൻ്റെ അളവ് കുറയും, മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ വളരെ പിന്നിലാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഈ ഒരു ചിന്ത പല കുട്ടികളെയും വേട്ടയാടുന്നുണ്ടെന്നുള്ള സത്യം. അവർ മാർക്കിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്, മാർക്ക് കുറഞ്ഞാൽ അപ്പം ഡിപ്രസ്ഡ് ആവുന്നൊരു അവസ്ഥ ഉണ്ടെന്നുള്ള. അത് അവരെ പാനിക് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ വളരെ ആങ്സൈറ്റിയിലേക്കോ
ഒബ്സഷൻ പോലുള്ള OCDയിലേക്കൊക്കെ തന്നെ പറഞ്ഞു വിടുന്നുണ്ട്, തള്ളിവിടുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും നമുക്ക് അവരെ മാനേജ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുള്ള. ആദ്യം അവരുടെ കൊഗ്നിഷൻ തന്നെ ചേഞ്ച് ചെയ്യണം. CBT പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചിന്താഗതികൾ നമ്മൾ മാറ്റിയെടുക്കണം, അവരുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റിയെടുക്കണം എന്നുള്ളത്. എന്നാൽ മാത്രമേ അവർക്ക് ഒരു ഇതല്ല ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാജയമൊക്കെ ഉണ്ടാവുന്നതാണ്. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ വിജയിച്ച് നിൽക്കുന്നവരൊക്കെ തന്നെ തോറ്റിട്ടുള്ളവരാണ്. എത്രയും 1-2 മാസങ്ങൾക്ക് മുന്നെയാണ് ഒരു 18 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടീൻ്റെ അടുത്ത് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിലുടനീളം വിജയം മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. എല്ലാ ക്ലാസ്സുകളിലും A+ കൂടി വിജയിച്ചിരുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ പിന്നീടാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ആ ഒരു ഫ്ലോ അവർക്ക് നിലനിർത്താൻ സാധിക്കാതെ വന്നുള്ളൂ. ഒരു ഡിപ്രസ്ഡായി ഓട്ടോമാറ്റിക്കലി. കാരണം അവരുടെ സെമസ്റ്ററിലൊക്കെ തന്നെ അവരുടെ മാർക്കുകൾ കുറയാൻ തുടങ്ങിയോടുകൂടി അവർ ഡിപ്രസ്ഡ് ആവുകയാണ്. അവർക്ക് വലിയ ആങ്സൈറ്റി, ഇനി ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ അത് വന്നപ്പോഴാണ് അവരുടെ ചിന്താഗതികൾ ഈ CBT പോലുള്ള സൈക്കോതെറാപ്പിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചിന്താഗതികളെ തന്നെ മാറ്റിയെടുത്തപ്പോൾ ഇതല്ല ജീവിതം, ഇത് ഇറേഷണൽ ബിലീഫ്സാണ്. നമുക്കറിയാം നമുക്ക് റേഷണൽ ബിലീഫ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇറേഷണൽ ബിലീഫ്സ് ഉണ്ട്. അവരുടെ ഇറേഷണൽ ബിലീഫ്സ് എടുത്തു കളയാൻ സാധിച്ചു CBT പോലുള്ള സൈക്കോതെറാപ്പി ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ ആ ചിന്താഗതികൾ മാറ്റിയെടുത്തപ്പോൾ ഒരു റേഷണൽ തിങ്കിങ്ങിലേക്ക് വന്നു. യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ചിന്തകൾ തന്നെ മാറ്റി അവർ വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് 4-5 സൈക്കോതെറാപ്പി കൊടുക്കേണ്ടി വന്നു, 4-5 സെഷൻസ് തന്നെ കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് അവർ വീണ്ടും ഒരു യാഥാർത്ഥ്യബോധത്തിലേക്ക് കടന്നു വരിക. അവർ ഡിപ്രഷൻ മാറുന്നു, അതുപോലെ തന്നെ ആങ്സൈറ്റി മാറുന്നുള്ളത്. ഇന്ന് ADHD പോലുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ കുട്ടിക്കുറുമ്പ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് അങ്ങനെയാണ് പലപ്പോഴും ധരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബ്രെയിനിൽ വരുന്ന ഇംബാലൻസ് കൊണ്ടാണ് ഈ ഒരു കുട്ടികൾ അടങ്ങി ഒതുങ്ങിയിരിക്കാത്തൊരവസ്ഥ എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒരുപക്ഷെ ജനറ്റിക്കലായിരിക്കാം, അതോടൊപ്പം തന്നെ അമ്മയ്ക്കുണ്ടാകുന്ന ടെൻഷനായിരിക്കും, അമ്മ ഉപയോഗിച്ചിരിക്കുന്ന മെഡിസിനായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇത് ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട്. അല്ലെങ്കിൽ ഫുഡ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൻ്റെയൊക്കെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഫുഡിൻ്റെ തന്നെ വ്യത്യാസം കൊണ്ടും ഇത് സംഭവിക്കാം. എന്തായാലും ഇന്ന് നിരവധിയായ കുട്ടികൾക്ക് നമുക്ക് ADHD പോലുള്ള ഹൈപ്പർ ആക്റ്റീവ് പോലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെന്നുള്ള. ഈ പാരൻസ് പലപ്പോഴും കൊണ്ടുവരുന്നത് ചില കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കാറുണ്ട് ADHD അല്ലെങ്കിൽ അങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് അടങ്ങി ഒതുങ്ങിയിരിക്കാത്തൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പലപ്പോഴും അവർ അവെയർ ആവുന്നത് ഇതൊരു പ്രശ്നമാണോ എന്നുള്ളത്. പല പാരൻസിനും അറിയില്ല ഇതൊരു പ്രശ്നമാണെന്നുള്ളത്. അതാണ് ഇന്നത്തെ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. പാരൻസിന് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ 10-12 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ തുടങ്ങും. എന്തുകൊണ്ടാണ് കുട്ടി പഠിക്കാത്തത്? പഠിക്കാത്തതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ട് ഒരുപക്ഷെ അടങ്ങി ഒതുങ്ങിയിരിക്കാം, അറ്റൻഷൻ കിട്ടുന്നില്ല. ഇതിന് പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒരു 5 മിനിറ്റിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവർ മൊബൈലിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ TV മുന്നിലൊക്കെ കുറച്ച് സമയം ഇരിക്കാം. അവർ വിചാരിക്കുന്നു ആ കുട്ടി അതിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. എന്നാൽ പഠനത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ അവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സാധാരണ നമുക്കറിയാൻ പറ്റുന്നുള്ള. നമ്മളൊക്കെ ഒരു അറ്റൻഷനുള്ള കുട്ടികളായാലും കുറച്ച് സമയമൊക്കെ അവരിയ്ക്കും, 20 മിനിറ്റോ ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അനന്തമായിട്ട് ചില കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും. അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ആക്റ്റീവുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റിൽ കൂടുതൽ അവർക്ക് ഇരിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അത് തന്നെയാണ് അവരുടെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അവർ അക്കാദമിക്കായിട്ട് പിന്നിലാവും. അതോടൊപ്പം തന്നെ ഇതിന് അസോസിയേറ്റീവ് വരുന്ന കാര്യങ്ങളാണ് ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള കാര്യങ്ങൾ, പഠനത്തിൽ പിന്നിലാവുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും കടന്നു വരാറുണ്ട്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ള പ്രയാസം മാത്രമേ കാണിക്കുന്നുള്ളൂ. അവരുടെ പഠന കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യത കുറവാണെന്നുള്ളത്. എന്നാൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് റെമഡീസ് ഉണ്ട്. ഇതിന് നമുക്ക് മെഡിക്കേഷനുണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ തെറാപ്പിയുണ്ട്. ഇതൊക്കെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് തീർച്ചയായിട്ടും പഴയ റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഈ ഹൈപ്പർ ആക്റ്റീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് അത് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ, ഈ ADHD പോലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ സമൂഹത്തിന് ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള കാര്യമായി ഇൻസൈറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മൾ വേണ്ടവണ്ണം തക്ക സമയത്ത് തന്നെ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അത് കൂടുതലായിട്ട് നമ്മളൊന്നല്ല സ്കൂളുകളിലേക്കാണ് അത് കൂടുതലായിട്ട് കണ്ടെത്തപ്പെടുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സും മുഖാന്തരവും ഇതിനെ അവർക്കിതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് അതിനുള്ള സജഷൻസ് അവർ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറഞ്ഞാൽ തന്നെ പാരൻസ് അത് സമ്മതിക്കാറില്ല, അതൊരു രോഗമായിട്ട് അവർ മനസ്സിലാക്കുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു മേജർ മെൻ്റൽ ഡിസോർഡർ ഉണ്ട്, മൈനർ മെൻ്റൽ ഡിസോർഡർ ഉണ്ട്. മൈനർ മെൻ്റൽ ഡിസോർഡറുകൾ നമ്മൾ ടെൻഷൻ എന്നൊക്കെ വിളിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ടെൻഷൻ എന്ന് പറയുന്നത് അതുപോലെ നിന്നോളുന്നില്ല.
അതൊരു പക്ഷേ കൂടുതലായി വന്ന് അതൊരു മരുന്ന് കഴിക്കുന്ന മേജർ മെൻ്റൽ ഡിസോർഡറിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതായി കാണുമ്പോൾ തന്നെ മൈനറായിട്ടുള്ള ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്ത് മാറ്റിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിന് സൈക്കോതെറാപ്പിയും കൗൺസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.